അബ്ദുറഹ്മാൻ സലഫിയെ പോലുള്ള പണ്ഡിത നേതാക്കൾ സക്കരിയ സലാഹിക്കെതിരെ പരസ്യമായി രംഗത്ത് വരാത്തതും എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചിരുന്നു. ഒരു വേള സലാഹിയേക്കാൾ ഞാൻ സലഫിയെ വെറുത്തുകൊണ്ടാണ് ഇങ്ങനെ കുറെ ജൽപ്പനങ്ങൾ നടത്തിയിരുന്നത്. മുജാഹിദ് സെന്ററിൽ സലഫി ഗ്രൂപ്പ് യോഗം വിളിച്ചു എന്നും സലഫി എന്നെ പോലെയുള്ള കുട്ടികളെ കൊണ്ട് ഗ്രൂപ്പ് കളിപ്പിച്ചു എന്നും തുടങ്ങുന്ന മുഴുവൻ വർത്തമാനങ്ങളും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള എല്ലാ ആരോപണങ്ങളും വാസ്തവവിരുദ്ധമാണെന്ന് അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ സത്യം ചെയ്തുകൊണ്ട് ഉറപ്പിച്ചു പറയുകയാണ്. പനിപിടിച്ച് കിടക്കുന്ന വേളയിൽ ഞാൻ പറഞ്ഞുപോയ പിച്ചുംപയും വലിയ കാര്യമായി സാലിം എന്ന പാണ്ടിക്കാട്ട് വ്യക്തി ചോർത്തിയെടുത്ത് ചാരപ്പണി ചെയ്തപ്പോൾ അത് മുജാഹിദുകൾക്കിടയിൽ ഉണ്ടാക്കുന്ന തെറ്റിദ്ധാരണയും പ്രശ്നവും ഇത്രമാത്രം ഗുരുതരമാകുമെന്ന് എനിക്കന്ന് വിചാരിക്കാൻ സാധിച്ചിരുന്നില്ല. മാത്രം തീർക്കാനാവാത്ത പ്രശ്നങ്ങളാണ് ആ ക്ലിപ്പ് ഉണ്ടാക്കിയതെന്ന് ആവർത്തിച്ച് ക്ലിപ്പുകൾ കേട്ടുകൊണ്ടേയിരിക്കുമ്പോൾ മനസ്സിലാകുന്നു. എങ്ങനെയുണ്ട്? അത് വേറെ നാടകമാണ്. എന്തെല്ലാം നാടകങ്ങൾ അവിടെ നടക്കുന്ന അറിയോ? പനി പിടിച്ച് കിടക്കും. 40 മിനിറ്റൊക്കെ പനി പിടിച്ച് ആരെങ്കിലും സംസാരിക്കുമോ? എന്നിട്ട് പനി പിടിച്ചപ്പോൾ അബ്ദുറഹ്മാൻ സലഫിനെ പറ്റി പറഞ്ഞ് മാത്രം കളവ്, സക്കരിയ സലാഹിനെ പറ്റി പറഞ്ഞൊക്കെ സത്യവും. പനി പിടിച്ചപ്പോൾ സക്കരിയ സലാഹിനെ പറ്റി പറഞ്ഞു, അബ്ദുറഹ്മാൻ സലഫിനെ പറ്റി പറഞ്ഞു, ഒക്കെ കളവാന്ന് പറയണ്ടേ? അത് പറയില്ല. പനി പിടിച്ചപ്പോൾ അബ്ദുറഹ്മാൻ സലഫിനെ കുറിച്ച് പറഞ്ഞ എല്ലാം കളവാണ്. അപ്പൊ എന്നെ കുറിച്ച് പറഞ്ഞൊക്കെ സത്യവും. കണ്ടോ? ഈ രൂപത്തിൽ അധപ്പതിക്കണോ സുഹൃത്തുക്കളെ? ഇതൊക്കെ ഒരു സന്തോഷം കൊണ്ട് പറയല്ല, ഇതൊക്കെ ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിൽ വന്നല്ലോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എത്ര നല്ലൊരു പ്രസ്ഥാനമായിരുന്നു. ഒരു മഹത്തായ പ്രസ്ഥാനത്ത് ഈ ഒരു വ്യക്തി തൻ്റെ ഏകാധിപത്യത്തിനും അധികാരമോഹത്തിനും വേണ്ടി എന്തെല്ലാം കാണിച്ചു, ആരെക്കൊണ്ട് എന്തെല്ലാം കളിപ്പിച്ചു. നല്ലൊരു പ്രബോധകനായിരുന്ന അനസ് മൗലവി ഇന്ന് എന്തായി മാറി? നല്ലൊരു പ്രബോധകനായിരുന്ന അനീഫ് കായക്കൊടി ഇന്ന് എന്തായിപ്പോയി? നല്ലൊരു പാവനമായ സംഘടനയായ KJU ഇന്ന് എന്തായിപ്പോയി? നിങ്ങൾക്കറിയില്ലേ, ജാമ്യയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ആ എമ്മമ്മദിന് നമ്മളോടൊക്കെ നടന്ന് കരഞ്ഞ് പറഞ്ഞു, അവൻ എന്നെ അങ്ങനെ ആക്കി, ഒന്നെങ്ങനെ ആക്കിയെന്നൊക്കെ. ആ ആളിപ്പോൾ അയാൾ പറയുന്നതനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. എന്താണ് അയാൾ പറഞ്ഞത്? ഈ രൂപത്തിൽ മനുഷ്യന്മാരെ സ്വാധീനിക്കുകയും ചാക്കിടുകയും ഒക്കെ ചെയ്തുകൊണ്ട് പ്രസ്ഥാനത്തിൽ ഈ കോക്കസ് പ്രവർത്തനമാണ് സുഹൃത്തുക്കളെ ഈ പ്രസ്ഥാനം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഈ പ്രസ്ഥാനത്തിൽ വന്നിട്ടുള്ളത്, നിങ്ങൾ ഓരോരുത്തരും വന്നിട്ടുള്ളത് നിങ്ങളുടെ സമയവും നിങ്ങൾ അധ്വാനവും ഒഴിവാക്കി പലതരത്തിലുള്ള നഷ്ടകഷ്ടങ്ങളും സഹിച്ചുകൊണ്ട് ഇതിൽ നിൽക്കുന്നത് പരലോകത്ത് രക്ഷപ്പെടുക എന്ന ഉദ്ദേശത്തിൽ മാത്രമാണ്. ക്ലിപ്പുകൾ കട്ട് ചെയ്തുകൊണ്ട് ഇന്ന് മുജാഹിദുകൾക്കെതിരെ ശിർക്ക് ആരോപിക്കാൻ അനസ് മൗലവിയെ പോലുള്ള ശ്രമിക്കുക എന്നത് എന്തുമാത്രം ഖേദകരമാണ്. ഇപ്പോൾ മുജാഹിദ് ബാലിസിന്റെ എത്ര ക്ലിപ്പ് ഖുറാഫികൾ കട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? പകുതി മുറിക്കുക. ഈ ക്ലിപ്പ് കട്ട് ചെയ്താൽ വളരെയേറെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കും. ഇങ്ങനെ ഇവർ കൊണ്ടുപോയി കൊടുത്ത കട്ടുമുറിച്ച ക്ലിപ്പ് കണ്ടിട്ട് അത് വിശ്വസിച്ച് നമ്മുടെ നേതാക്കന്മാരെ സ്ഥിതി ആലോചിച്ച് നോക്കുങ്ങൾ. എന്നെക്കുറിച്ചൊരു കട്ടുമുറിച്ച ക്ലിപ്പ് കണ്ടാൽ ചോദിക്കണ്ടേ? ഇപ്പൊ കായംകുളത്തുനിന്ന് ഒരുത്തം വിളിച്ചാൽ അപ്പൊ ചോദിക്കണം, സക്കരിയ സലാഹി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാസറ്റ് ഒന്ന് കൊടുത്തേക്കും, ഞാനൊന്ന് കേൾക്കട്ടെ, ഞാൻ അവനോടൊന്ന് ചോദിക്കട്ടെ എന്നല്ലേ പറയേണ്ടത്? അതിന് പകരം അങ്ങനെ പറഞ്ഞില്ലേ, എന്നാ ഞാൻ വിളിക്കണ്ട. എത്ര പെട്ടെന്നാ തീരുമാനം എടുക്കണത്. അതേ സമയത്ത് KC നിയമത്തുള്ളയെ പറ്റി പോയി പറഞ്ഞു, ഇതാ ചുങ്കത്ര വെച്ച് അയാൾ പ്രസംഗിച്ചിരിക്കുന്നു, MSMലേക്ക് കുട്ടികളെ അയക്കാൻ പാടില്ല, അവിടെ ജിന്ന് കയറ്റലും മറക്കലുമാണ്. പരസ്യമായി സംഘടനയ്ക്കെതിരെ സംസാരിച്ചു. അത് പോയി പറഞ്ഞപ്പോൾ ഞാൻ നിയമത്തിനെന്ന് വിളിച്ച് ചോദിക്കട്ടെ, ഒന്ന് സംസാരിക്കട്ടെ എന്നാ പറഞ്ഞു. അപ്പൊ തന്നെ പറയണ്ടേ, നമ്മളെ കുറിച്ച് പകുതി കേട്ടാൽ മതി. ഇതൊരു തരം സ്വജന പക്ഷപാതം വന്നു പോയിരിക്കുകയാണ്. ഒരിക്കലും തന്നെ സുഹൃത്തുക്കളെ നമ്മുടെ പ്രസ്ഥാനത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വളരെ വേദനയോട് കൂടിയാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പഴയകാല ചരിത്രം നിങ്ങൾ ആലോചിച്ചു നോക്കണം. ആ പഴയകാല ചരിത്രം എന്ന് പറയുന്നത് ഇസ്ലാഹി കേരളത്തിൽ ഒമ്പിച്ച മാറ്റത്തിന് കാരണമായ മുഖ്ലിസീങ്ങളായ നമ്മുടെ നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും കൂട്ടായ പരിശ്രമമായിരുന്നു. അതെല്ലാം ഇല്ലാതാക്കി ഒരു കോക്കസ് ഈ പ്രസ്ഥാനത്തെ ഹൈജാക്ക് ചെയ്തിട്ട് ഈ രീതിയിലേക്ക് പ്രസ്ഥാനത്തെ എത്തിച്ചു. എന്താ? ലജ്നത്ത് ദായിമയുടെ ഫത്വയുണ്ടെന്നാ പറയുന്നത്. അബ്ദുൽ ജബ്ബാർ മൗലവി ശിർക്കൻ വാദക്കാരനാണെന്ന് വരുത്താൻ സൗദിയിലെ ഉന്നത പണ്ഡിത സമിതിയുടെ ഫത്വ, ലജ്ന ദായിമയുടെ ഫത്വയുണ്ട്. യാ ഇബാദല്ലാഹ് അയ്നൂനി എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അതിൽ ശിർക്കില്ല എന്ന് പറഞ്ഞാൽ ആ വാദം ശിർക്കാണ്. വാസ്തവത്തിൽ മസായിലുൽ ഇമാം ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ശേഷം അദ്ദേഹത്തിന്റെ മസ്അലകളെല്ലാം ക്രോഡീകരിച്ച് പുസ്തകമാക്കിയിട്ടുണ്ട്. അതിൽ ഈ ഹദീസിനെ കുറിച്ച് തന്നെ ശൈഖ് ഇബ്നു ബാസിനോട് ചോദിച്ചിട്ടുണ്ട്.
ലജ്നാ ദായിമയുടെ ഫത്വയാണല്ലോ ഇവർ ഉപയോഗിക്കുന്നത്. എന്നാൽ ലജ്നാ ദായിമയുടെ റഈസായ, അതിന്റെ അധ്യക്ഷനായ ഷെയ്ഖ് ഇബ്നു ബാസിനോട് സുഇല ശൈഖുനാ അൻ ഹദീസ് യാ ഇബാദല്ലാഹി യഹ്ബിസു, അള്ളാഹുവിന്റെ അടിമകളെ ആ മൃഗത്തെ തടഞ്ഞു വെക്കണം എന്ന് പറഞ്ഞ ഹദീസിനെ പറ്റി ചോദിച്ചപ്പോൾ അൽ ജവാബ് മഹല്ലു നദറിൻ ഫീ സിഹ്ഹതിഹി, അത് സഹീഹാണോ എന്ന കാര്യം ചിന്തിക്കേണ്ടതുണ്ട്, ആലോചിക്കേണ്ടതുണ്ട്. വഖദ് യകൂനു മിനൽ മലായിക വമിൻ മുഅ്മിനി അൽ ജിന്നി. കണ്ടോ, അവിടെ ഇബാദുള്ള എന്നതുകൊണ്ട് മുസ്ലിം ജിന്നുകളോ അല്ലെങ്കിൽ മലക്കുകളോ ആയിരിക്കാം. വഹാഉലായി ഹാളിറൂൻ, അവർ അവിടെ ഹാളിറുള്ളവരാണ്. വലൈസ ദുആഅൻ ലിഗായിബിൻ, അത് എങ്ങോ ഉള്ള ജിന്നുകളോടോ മലക്കുകളോടോ വിളിക്കലല്ല, ഗായിബിനോടുള്ള വിളിയല്ല. അതുകൊണ്ട് അതിൽ ശിർക്കുമില്ല എന്ന് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ഫത്വ കൊടുത്തിട്ടുണ്ട്. ഈ ഫത്വ വായിച്ചപ്പോൾ അനീഫ് കായക്കൊടിയും അതുപോലെ നമ്മളെ അബ്ദുറഹ്മാൻ സലഫിയും പറഞ്ഞെന്താ അറിയോ, അത് ഇബ്നു ബാസ് സ്വന്തം കൈകൊണ്ട് എഴുതിയ പുസ്തകമല്ലല്ലോ. ഇബ്നു ബാസിന് കണ്ണന്നെ കാണൂല്ലോ, ഒരു ബുക്കും സ്വന്തം കൈകൊണ്ട് എഴുതിയിട്ടില്ല. പറയുന്നിട്ട് എന്താ വിചാരിക്കുക, മറ്റു ബുക്കൊക്കെ മുമ്പ് കൈകൊണ്ട് എഴുതിയതാ. അദ്ദേഹം കണ്ണ് കാണാത്ത ആളല്ലേ, ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ വേറെ ആളാ എഴുതുക. പിന്നെ മരിച്ചു പോയതിനു ശേഷം ഉസ്താദ്മാരുടെ ക്ലാസ്സുകൾ കാസറ്റിൽ നിന്നൊക്കെ എടുത്ത് ബുക്കാക്കൽ ശിഷ്യന്മാർ തന്നെയാണ്. ഇന്നും അങ്ങനെയാണ്, പണ്ടും അങ്ങനെ ഉണ്ട്. ഇമാം ഷാഫിയുടെ ഗ്രന്ഥങ്ങൾ അല്ലുമ്മ്, അനീഫ് വായിച്ചില്ലേ അല്ലുമ്മ് തലശ്ശേരിയിൽ, അതാരുണ്ടാക്കിയതാ? ഇമാം ഷാഫി സ്വന്തം കൈകൊണ്ട് എഴുതിയതാ? അല്ലല്ലോ, ശിഷ്യന്മാർ ക്രോഡീകരിക്കുന്നതാണ്. അപ്പൊ തങ്ങൾക്ക് എതിരിൽ ഒരു ഫത്വ വന്നു എന്ന് പറഞ്ഞപ്പോ പുസ്തകത്തെക്കുറിച്ച് കൂടി അതാരോ കെട്ടിയുണ്ടാക്കിയതാണ് എന്ന രൂപത്തിൽ വരെ സംസാരിക്കുന്ന അവസ്ഥയിലേക്ക് ഇവരെത്തിച്ചേർന്നിരിക്കുകയാണ്. ഏതായിരുന്നാലും മുജാഹിദ് പ്രവർത്തകർ ഉണർന്നിരിക്കേണ്ട സന്ദർഭമാണിത്, യാതൊരു സംശയവുമില്ല. ആ തരത്തിലുള്ള ചാരപ്പണികളും ഗൂഢപ്രവർത്തനങ്ങളും സുഹൃത്തുക്കളെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം നമ്മൾ അറിയേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ പ്രസ്ഥാനം അത് ഒരുപാട് ത്യാഗങ്ങളിലൂടെ വളർന്നു വന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെ കുറിച്ചും ആ പ്രസ്ഥാനത്തിന്റെ ആദർശത്തെക്കുറിച്ചുമൊക്കെ പൊതുസമൂഹത്തിൽ ഉണ്ടായിരുന്ന മതിപ്പ് അത് ഇല്ലാതാക്കാൻ മാത്രമേ ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് ഉപകരിക്കുകയുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മളൊക്കെ ഈ പ്രസ്ഥാനത്തിന്റെ ചെറിയതായ ചില നേതൃത്വവും ഭാരവാഹിത്വവും ഒക്കെ ഉള്ളവരായിരിക്കും. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരിക്കലും തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലോ ഭാരവാഹിത്വത്തിലോ വരുമ്പോൾ ഒരു തരത്തിലുള്ള അനീതിയും പക്ഷപാതവും ഒന്നും നമ്മുടെ ഭാഗത്തുണ്ടാകാൻ പാടില്ല. തെരഞ്ഞെടുപ്പിലും മറ്റുമൊക്കെ വോട്ടുപിടുത്തവും തോൽപ്പിക്കലും ചേരിപ്പോരും പരസ്പര വൈരവും വളർന്ന തരത്തിൽ അതൊന്നും മുജാഹിദ് പ്രസ്ഥാനത്തിന് പരിചയമില്ലാത്ത സംഗതികളാണ്. നമ്മുടെ സംഘടനാ ആസ്ഥാനങ്ങൾ പോലും ഇന്ന് ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം എടവണ്ണ ജാമിഅ നമ്മളൊക്കെ നമ്മുടെ സംസ്ഥാന സ്ഥാപനങ്ങൾക്ക് സക്കാത്തും സദഖയും ഒക്കെ കൊടുത്ത് വളർത്തിയെടുത്ത സ്ഥാപനമാണ്. ആ സ്ഥാപനം ഇന്ന് ഗ്രൂപ്പ് പ്രവർത്തനത്തിന്റെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. മുജാഹിദുകൾക്കെതിരെ ശിർക്ക് ആരോപിക്കാൻ ഇവർ കണ്ടെത്തിയത് എടവണ്ണ ജാമിഅയാണ്. രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി മുഖാമുഖ നാടകം നടത്തിയത് അവിടെയായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പല ആളുകളും പറയുന്നുണ്ട് നേതാക്കൾ അനുസരിക്കണ്ടേ, നേതാക്കൾ പറയുന്നതനുസരിക്കണ്ടേ. നേതാക്കൾ അനുസരിക്കണം, യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ ദീനിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ ചില ആളുകൾ പറയുമ്പോൾ അതൊക്കെ നമ്മൾ അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള പാർട്ടി മെമ്പർമാരെയല്ല നമ്മൾ ഒരിക്കലും ഉണ്ടാക്കിയിട്ടുള്ളത്. മറിച്ച് പരലോകത്തിന് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും സംഘടനയിൽ പ്രവർത്തിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അത്തിഊനി മാ തഅതുല്ലാഹ വറസൂലുഹു, ഞാൻ അല്ലാഹുവിനും റസൂലിനും അനുസരിക്കുന്ന കാലത്തോളം നിങ്ങൾ എന്നെ അനുസരിക്കണം. വൈൻ അസൈതുല്ലാഹ വറസൂലുഹു ഫലാ തഅത ലി അലൈക്കും, ഞാൻ അല്ലാഹുവിനും റസൂലിനും എതിരെ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് എന്നെ അനുസരിക്കേണ്ട ബാധ്യതയില്ല എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് നമ്മൾ പലപ്പോഴും ഉദ്ധരിക്കാറുള്ള ഒരു കാര്യമാണ്. ചില ആളുകൾ പറയും ഉലുൽ അംറിനെ കൈകാര്യകർത്താക്കൾ അനുസരിക്കണമെന്ന് ഖുർആനിലില്ലേ? ഉണ്ട്, കൈകാര്യകർത്താക്കൾ അനുസരിക്കണമെന്ന് ഖുർആനിലുണ്ട്. പക്ഷെ അതിന് ശേഷം എന്താ പറഞ്ഞത്? ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ, നിങ്ങൾ വല്ല കാര്യത്തിലും അവരുമായി അഭിപ്രായ വ്യത്യാസത്തിലായാൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾ ആ കാര്യത്തെ അള്ളാഹുവിലേക്ക് മടക്കണം, റസൂലിലേക്ക് മടക്കണം. ഇൻ കുന്തും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ അതാണ് വേണ്ടത്. ഈ പ്രശ്നങ്ങളൊക്കെ സുഹൃത്തുക്കളെ പ്രമാണങ്ങൾ വെളിച്ചത്തിൽ പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് നല്ല പര്യവസാനം ഉണ്ടാകുള്ളൂ. ദാലിക ഖൈറും വഅഹ്സനു തഅ്വീല, അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കലാണ് ഏറ്റവും ഉത്തമവും നല്ല പര്യവസാനമുള്ളതും എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റു സംഘടനകളെ പോലെയുള്ള ഒരു സ്വഭാവം നമുക്കില്ല. നേതാക്കളും അനുയായികളും തമ്മിൽ അങ്ങനത്തെ ഒരു വിടവില്ല. ഏതൊരു നേതാവിൻ്റെ മുമ്പിലും പോയിട്ട് ഏതൊരാൾക്കും ഒരു പരാതി പറയാവുന്ന
ഒരു സംഭവം, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സൗഹാർദ്ദ തരത്തിലുള്ള ഒരു രീതിയാണ്. നമ്മളെ മറ്റ് പല സംഘടനകളിലും രാഷ്ട്രീയ സംഘടനകളിലൊക്കെ പണവും കൊടുത്ത് നല്ല സംഭാവന കൊടുത്താൽ നേതൃത്വത്തിലെത്താവുന്ന അവസ്ഥയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരിക്കലും തന്നെ ആ രീതിയിലേക്ക് മാറാൻ പാടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ജിന്ന് സിഹിർ വിഷയം കൈകാര്യം ചെയ്ത രീതിയും ഇപ്പോൾ നടക്കുന്ന ഈ കോക്കസ് പ്രവർത്തനമൊക്കെ നമുക്ക് ആർക്കും വേദനയും വിഷമവും ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏത് കാര്യം പറയുമ്പോഴും സത്യമാണോ അതിൻ്റെ കൂടെ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. പൊതുജനങ്ങൾ ഒഴുകുന്നത് പോലെ ഒഴുകാൻ നമുക്ക് പറ്റൂല. തെളിവ് വേണം. ആര് പറഞ്ഞാലും ശരി. ഇപ്പൊ പല ആളുകളും പറയും ജമിയത്തുൽ ഉലമ പറഞ്ഞതല്ലേ. ജമിയത്തുൽ ഉലമ നമ്മോട് പറഞ്ഞിട്ടുണ്ടോ തെളിവ് നോക്കാതെ സ്വീകരിക്കണം? പറഞ്ഞിട്ടില്ല. ആര് പറഞ്ഞാലും തെളിവ് നോക്കണം. ജമിയത്ത് വോട്ടിനിട്ട് തീരുമാനിച്ചതല്ലേ, ഭൂരിപക്ഷ പ്രകാരം തീരുമാനിച്ചതല്ലേ, അതുകൊണ്ടൊരു കാര്യം സത്യമാകുമോ? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഖുറാഫികൾ എന്താ പറയല്? ഈക്കെ കണ്ണിയത്തൊക്കെ ഇപ്പൊ നമ്മളെ നരകത്തൊക്കെ കൊണ്ടുപോവോ? ഞമ്മക്കിപ്പോ ആ തെളിവൊന്നും തിരിയില്ല. അവര് തെളിവ് നോക്കിയിട്ടുണ്ടാവൂലേ, അവർ നമ്മളൊരിക്കലും വഴിതെറ്റിക്കൂലല്ലോ, അതുകൊണ്ട് അവർ പറയുന്നങ്ങ് കേട്ടാൽ മതി നമ്മൾ എന്ന് പറയുന്ന ഖുറാഫികളുടെ ശൈലിയിലേക്ക് ഒരിക്കലും തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ആളുകൾ അധപ്പതിക്കാൻ പാടില്ല. ആ രീതിയിൽ അധപ്പതിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ പിന്നെ ഈ പ്രസ്ഥാനത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? നമ്മൾ എന്തിനാ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നത്? അറിഞ്ഞ സത്യങ്ങൾ തുറന്നു പറയാൻ. ഇപ്പൊ സുന്നി മുസ്ലിയാക്കന്മാരായി പള്ളി ദർസിൽ ഓതിപ്പടിച്ച് ദർസ് നടത്തി അവിടുത്തെ ആനുകൂല്യം പറ്റി ജീവിച്ചിരുന്നവർ കിതാബിൽ കണ്ട പലതും പറയാൻ കഴിയാതെ മനസ്സിലിങ്ങനെ കൊണ്ട് നടക്കായിരുന്നു. മുജാഹിദ് സ്റ്റേജിൽ വന്നാൽ കിതാബുകളിൽ കണ്ടത്, അഹ്ലുസുന്നയുടെ ഗ്രന്ഥങ്ങളിൽ ഉള്ളത്, മുൻഗാമികൾ പറഞ്ഞതൊക്കെ ജനങ്ങളോട് തുറന്നു പറയാവുന്ന സ്റ്റേജ് കിട്ടുകയാണ്. ആ ഒരവസ്ഥക്ക് ഒരിക്കലും സുഹൃത്തുക്കളെ മാറ്റം വന്നുകൂടാ. നമുക്ക് സംഘടനയും ആദർശവും കൂട്ടിമുട്ടിയാൽ ആദർശത്തിനാണ് നാം മുൻതൂക്കം നൽകുക. ആദർശം പ്രബോധനം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ താൽക്കാലിക സംവിധാനം മാത്രമാണ് സംഘടന എന്ന് പറയുന്നത്. ചില ആളുകളൊക്കെ സംഘടനയ്ക്ക് വേണ്ടിയുള്ള ഒരാദർശം മാത്രമേ ഉള്ളൂ. നമ്മളത് അങ്ങനെയല്ല. നമ്മളത് ആദർശ പ്രബോധനം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് സംഘടന. ആദർശത്തിനാണ് മുൻതൂക്കം. സംഘടനാ ചട്ടവട്ടങ്ങൾക്ക് നമ്മൾ അത്ര പ്രാധാന്യം കൊടുക്കാറില്ല. പണ്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, മെമ്പർഷിപ്പ് ഒരാൾ കൊണ്ടുവരും, അത് നിങ്ങളങ്ങ് ചേർത്തി കൊടുത്തേക്കും സലീമണ്ണ, അതൊക്കെ ഒപ്പിടാ, ഒപ്പൊക്കെ ഞാൻ ഇട്ട് തരാന്നേ, അത്രേ ഉള്ളൂ. കുറെ കഴിഞ്ഞിട്ടാ ഞാൻ സെക്രട്ടറി ഇല്ലേ, വേണമെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിലായിരിക്കും. കാരണം അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഇവിടെ ഇല്ല. ഒരു പള്ളി, ഒരു മദ്രസ്, ഒരു ദഅവത്ത് കാര്യങ്ങളൊക്കെ നടക്കണം, അതങ്ങനെ നടന്നു പോകും. സംഘടനാ ചട്ടവട്ടങ്ങളോ കേഡർ പാർട്ടിയുടെ സ്വഭാവമോ ഒന്നുമില്ല. ഇപ്പൊ ഈ സംഘടന ഒരു കേഡർ പാർട്ടിയാക്കാൻ ചില ആളുകൾ ശ്രമിക്കുകയാണ്. അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. മുജാഹിദ് പ്രസ്ഥാനം അങ്ങനെ സംഘടനാ ചട്ടവട്ടങ്ങൾക്കും കേഡർ സമ്പ്രദായവും സ്വീകരിച്ച ഒരു പ്രസ്ഥാനമേ അല്ല. ഇത് കോഴിക്കോട്ടങ്ങാടി പോലെ ഉണ്ടായതാണ്, ഉണ്ടാക്കിയതല്ല എന്ന് പറയാറുണ്ട്. കോഴിക്കോട്ടങ്ങാടി നേരത്തെ പ്ലാൻ ചെയ്തിട്ട് അവിടെ മൊഫൂസിൽ ബസ് സ്റ്റാൻഡ്, ഇവിടെ തേങ്ങാ കച്ചവടം, മറ്റൊടത്തെ മീൻ കച്ചവടം, ഇങ്ങനെ ഉണ്ടാക്കിയതാ അല്ല. കുറേ ആളുകൾ ഒന്നുകൂടി, അപ്പോൾ അവിടെ തേങ്ങാ പീടിയായി, പിന്നെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടായി. ആ ബസ് സ്റ്റാൻഡ് തികയാതെ മാവൂർ റോഡിൽ കുറേ മണ്ണിട്ട് ഉയർത്തി അവിടെ റോഡ് ഉണ്ടാക്കി, അപ്പോൾ അവിടെ ഒരു ബസ് സ്റ്റാൻഡായി. അങ്ങനെ 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 ഉണ്ടായതാണ്. എന്നതുപോലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആദർശം സ്വീകരിച്ചവർ എല്ലാ നാട്ടിലുണ്ടായിരുന്നു, പല നാട്ടിലും പല പേരുകളിലായിരുന്നു. അവരൊക്കെ കൂടിയപ്പോൾ ഒരു സംഘടനയായി. ഒരു സ്ഥലത്തും ദഅവത്ത് മുടങ്ങാൻ പാടില്ല. ഈ തൗഹീദിന്റെ ദഅവത്ത് കുറെ കാലമായി മുടങ്ങിക്കിടക്കുകയാണ്. എന്താ കാരണം? ജിന്നും സീറും പറഞ്ഞിട്ട് ഇവരെന്നെ മുടക്കിയതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, തൗഹീദിന്റെ ദഅവത്തുമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമുക്ക് എല്ലാ കാലത്തും പല പിന്നാലെ കൂടല്ല പണി. നമുക്ക് ഇതൊരല്പം വിശദീകരിച്ചു കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ തൗഹീദും സുന്നത്തും അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള മഹത്തായ പ്രവർത്തനത്തിൽ നാം മുന്നോട്ട് വരേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികൾ ഈ ആദർശത്തെ പ്രസ്ഥാനത്തെ ഇവിടെ കെട്ടിപ്പടുത്തത്. നമ്മളൊക്കെ ഒരുപാട് ത്യാഗം സഹിക്കാൻ ഇനിയും സന്നദ്ധരാകേണ്ടതുണ്ട്. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ കടക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബലികും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവർക്ക് വന്നതുപോലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ഇതുവരെയും നിങ്ങൾക്ക് വന്നിട്ടില്ല. അങ്ങനെയുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും വരാതെ, ഒരു ത്യാഗവും സഹിക്കാതെ, കഷ്ടപ്പെടാതെ നിങ്ങൾ നേരെ അങ്ങ് സ്വർഗത്തിൽ കടക്കാമെന്ന് കരുതുന്നുണ്ടോ? നമ്മോട് ചോദിക്കുന്നതല്ല, ഇത് സഹാബത്തിനോട് ചോദിക്കുന്ന. അവരെത്ര ത്യാഗം സഹിച്ചവരാ, എന്നിട്ടും പോരാന്നാ പറയുന്നത്. കണ്ടോ, നിങ്ങളെ മുമ്പുള്ളവർക്ക് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വന്നു, അവർ കിടുകിടാ വിറപ്പിക്കപ്പെട്ടു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ പ്രവാചകനും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും ഇനി എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം എന്ന് ചോദിക്കുന്ന അവസ്ഥ വരെയുണ്ടായി. പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ അള്ളാഹു നല്ല മനക്കരുത്തുള്ള ദൃഢചിത്തരായ ആളുകളെ പ്രവാചകന്മാരാക്കുക. ചെറിയ ചെറിയ പരീക്ഷണങ്ങൾക്കൊന്നും പതറിപ്പോകാത്ത
മനസ്സുള്ളവര്, അവർ പോലും പതറിപ്പോകുന്ന രംഗങ്ങളുണ്ടായി. ഇനി എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായമെന്ന് ക്ഷമകെട്ടവർ ചോദിക്കുന്ന അവസ്ഥ അവരുണ്ടായി. അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, അറിയുക അള്ളാഹുവിന്റെ സഹായം അടുത്തു തന്നെയുണ്ട്. സുഹൃത്തുക്കളെ, ഈ ദീനിന്റെ പ്രബോധനത്തിന്, ഈ ദീൻ എത്തിച്ചു കൊടുക്കുന്നതിൽ നാം ത്യാഗം സഹിക്കേണ്ടതുണ്ട്, കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടതുണ്ട്. അതിൽ നാം തയ്യാറായാൽ മാത്രമേ നമുക്ക് ഈ ആദർശ പ്രചരണവുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരും നമുക്കെതിരിലാണ്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ മടവൂരി പെരുങ്കുടി ഒന്നായാൽ അതിനും മറുപടി പറയാൻ നമ്മൾ മാത്രം, ഖുറാഫികൾ APEക്ക് ആന ടൈഗർ അതിനും മറുപടി പറയാൻ നമ്മൾ മാത്രം, ജമാഅത്തെ ഇസ്ലാമി അതിനും മറുപടി പറയാൻ നമ്മൾ മാത്രം. ആഗോള തലത്തിൽ തന്നെ സലഫികൾക്കെതിരെ ഗൂഢാലോചന നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഗൂഢാലോചനയുടെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഇവിടെയും. എല്ലാ സ്ഥലത്തും സലഫികളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി പലതരത്തിലുള്ള കുതന്ത്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുത്തനെ പിടിച്ചാൽ മതിയല്ലോ, പിടിക്കേണ്ടവനെയാ പിടിച്ചത്. അതിന്റെ ഫലം ഇവിടെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉണർന്നു പ്രവർത്തിക്കണം, അല്ലാത്ത പക്ഷം സംഭവിക്കാൻ പോകുന്നത് വലിയ ദുരന്തമായിരിക്കും. അതുകൊണ്ട് ഓരോരുത്തരും തീരുമാനിക്കാം, നിങ്ങളുടെ നാട്ടിൽ എന്ത് ദഅവത്ത് നടക്കണം, നിങ്ങളുടെ നാട്ടിലെ പള്ളി നടക്കണം, നിങ്ങളുടെ നാട്ടിലെ മദ്രസ നടക്കണം. അതാർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല, നിങ്ങൾ തന്നെ വിചാരിക്കണം. ആ നിലക്കുള്ള ഒരു തീരുമാനമെടുത്ത് നമ്മൾ മുന്നോട്ട് പോകണം. അല്ലാത്ത പക്ഷം ഇത്തരത്തിലുള്ള വെറുതെ ഫിത്തനുകളിൽപ്പെട്ട് നമ്മുടെ ദഅവത്ത് മുടങ്ങിപ്പോകും. ഈ പ്രസ്ഥാനം ആളുകൾക്കിടയിൽ തെറ്റിദ്ധരിക്കപ്പെടും, ഈ ആദർശം പ്രചരിക്കപ്പെടാതെ പോകും. അത് ചരിത്രപരമായി നമുക്ക് ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തില്ലെങ്കിൽ ചരിത്രപരമായ ഒരു പരാജയമായി നമുക്കത് കാണേണ്ടി വരും നാളെ. അതുകൊണ്ട് ഒരിക്കലും തന്നെ അങ്ങനത്തെ അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ത്യാഗപൂർണമായ ഒരു മുന്നേറ്റത്തിന് മുജാഹിദ് പ്രവർത്തകർ തയ്യാറെടുക്കേണ്ടതുണ്ട്. കള്ളന്മാരെയും കുതന്ത്രക്കാരെയും കുത്തിത്തിരിപ്പുകാരെയും നാം തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പരലോകമാണ് വലുത്. ആളുകളുടെ ഇതിനനുസരിച്ച് നമുക്ക് ആദർശം മാറ്റാനോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിനനുസരിച്ച് ആദർശത്തിൽ ചേഞ്ച് വരുത്താനോ നമുക്ക് പറ്റില്ല. 2012 ഇവർ കടമെടുത്ത ഈ പുതിയ തൗഹീദ്, ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന് നാളിതുവരെയുള്ള ആദർശത്തിന് കത്തിവെക്കുന്ന ഒരു പുതിയ ആദർശമാണ്. ആ ആദർശം ധൈര്യപൂർവ്വം വലിച്ചെറിഞ്ഞുകൊണ്ട് പഴയ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങളോട് ഓരോരുത്തരോടും ആഹ്വാനം ചെയ്യുകയാണ്. നമ്മളോട് ഒരുമിച്ച് കൂടിയത് ദീനിയായ തെറ്റിദ്ധാരണകൾ തിരുത്താനാണ്. ശിർക്ക് ആരോപണം വസ്തുതാപരമല്ല, നമ്മളാരും ശിർക്കിലേക്ക് പോയിട്ടില്ല എന്ന് തെളിയിക്കാനാണ്. ഈ മഹത്തായ പ്രസ്ഥാനത്തിൽ ചാരപ്പണികളും കൂടപ്രവർത്തനം നടക്കുന്നുണ്ട്, ജാഗ്രതയോടെ ഇരിക്കണം മുജാഹിദുകളെ എന്ന് ഓർമ്മപ്പെടുത്തുവാനാണ്. അതുകൊണ്ട് ഇത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു സാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ ശിർക്ക് വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അൻസുർ മൻ നസറദ്ദീൻ വഖ്ദുൽ മൻ ഖദലൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ الراحمين وصلى الله على رسول المصطفى محمد وعلى آله وصحبه وسلم وآخر دعوانا أن الحمد لله رب العالمين.